ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കണം എന്നുള്ളത്. അതായത് ഞാനല്ലാതെ മറ്റൊരു ലോകം അവർക്ക് ഉണ്ടാവാൻ പാടില്ല, എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിരിക്കണം, എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കണം, എന്നെ അല്ലാണ്ട് മറ്റൊരാളെ നോക്കാൻ പോലും അവർക്ക് തോന്നരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. സ്വാഭാവികമായ ആഗ്രഹങ്ങൾ തന്നെയാണ്, തെറ്റ് പറയാനൊന്നുമില്ല. കാരണം ഏതൊരാളാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളിങ്ങനെ കാണണം എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. ചെറിയ രീതിയിൽ അതൊരു അതിമോഹമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഏകദേശം ഇതുമായി കണക്റ്റഡ് തന്നെയാണ്. വേറൊന്നുമല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഭ്രാന്തമായി ഞാൻ ഉദ്ദേശിക്കേണ്ടത് ഒരിക്കലും നിങ്ങളിലേക്ക്, അതായത് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന, നിങ്ങളിലേക്ക് അഡിക്റ്റായി വരുന്ന അങ്ങനെയല്ല. പക്ഷെ എന്നാലും ആൾക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതായത് നിങ്ങളെപ്പോഴും വേണം, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാകുമായിരുന്നു, മറ്റുള്ളവരോട് ആരോടും തോന്നാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് തോന്നണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, അവരെ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതൊന്നും അല്ല. എങ്കിലും അവരെ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എന്തെങ്കിലും ഒരു വിഷമം വന്ന് നിങ്ങളോട് അത് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ഷെയർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിന് ഒരു അഡ്വൈസ് കൊടുക്കരുത്. അതായത് ഇപ്പോൾ അവരെന്തെങ്കിലും വിഷമം വന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പറയാണ്, ചിലപ്പോൾ അത് ഇതുകൊണ്ടായിരിക്കും, നീ അത് കാര്യമൊക്കെ നിൽക്കണ്ട, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തു നോക്കുക, അപ്പോൾ അത് ശരിയാകും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് കഴിഞ്ഞാൽ വെറുതെയാണ്, അത് വേസ്റ്റാണ്. അതായത് പെൺകുട്ടികൾ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെപ്പോഴും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞങ്ങോട്ട് തീർക്കണം. അതായത് ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യമോ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ആൾക്ക് പെട്ടെന്ന് വിഷമം വന്നതൊക്കെ ആയിരിക്കും. പക്ഷേ അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ ഉള്ളിലുള്ള കാര്യം ആരോടെങ്കിലും ഒക്കെ അങ്ങോട്ട് പറയണം, ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അവർ സ്നേഹിക്കുന്ന ആ ഒരാളോട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അവര് ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അവർ അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരത് പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് വേണ്ടത് അവർ പറയുന്ന കാര്യം കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. എന്നിട്ട് എമ്പതി നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. വേറെ ഒന്നല്ല, എമ്പതി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടായിരിക്കും. അതായത് നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത് പോലെ ഒന്ന് ആക്ട് ചെയ്തെങ്കിലും കൊടുക്ക്. ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന സമയത്ത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം, ശരിക്കും ആ സമയത്ത് ആരാണെങ്കിലും ഇങ്ങനെ തന്നെ ഇത്രയും വിഷമം ഉണ്ടാവും, എനിക്കറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്ന ആ ഒരു രീതിയിൽ അവരെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ച് ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടാവും, പക്ഷേ വലിയ ടാസ്ക് ഒന്നും അല്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. കാരണം ഇതാണ് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾ എന്തായാലും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ആർക്കും എന്നെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, എന്നെ അത്രയും നന്നായിട്ട് ആള് മനസ്സിലാക്കുന്നുണ്ട്, സോ ഭയങ്കര എനിക്ക് ഈ ആളോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളോടുള്ള ഇഷ്ടം അങ്ങനെ ആൾക്കിങ്ങനെ കൂടി വരും. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യും അത് പറയാൻ വേണ്ടിയിട്ട്. അത് നല്ലതാണ്. അത് നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വീണ്ടും ഒരു പ്രശ്നം പറയാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് സേഫ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും ഫീൽ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. സോ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ വലിയ കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു തന്നെയാണ്, ആള് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കുക. ഇടയിൽ കയറി ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. നന്നായിട്ട് കേട്ടിരിക്കുക, ശ്രദ്ധയോടെ കൂടി കേട്ടിരിക്കുക. അഡ്വൈസ് ചെയ്യേണ്ട, സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. കേട്ടിരിക്കുക എന്നുള്ളതാണ്. അവരെ മനസ്സിലാക്കുന്നു എന്നുള്ളത് അവർക്ക് തോന്നിയാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അവരായിട്ട് നിൽക്കാനായിട്ടിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അതായത് ചില പെൺകുട്ടികൾ നമ്മൾ കാണാറുണ്ട്, ആള് ഭയങ്കര ചൈൽഡിഷ് ആയിരിക്കും, പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ ഫ്രണ്ടിൽ എത്തുന്ന സമയത്ത് ഭയങ്കര മെച്യൂർഡ് ആയതുപോലെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്ക് പേടിയാണ്, ഞാൻ എൻ്റെ റിയൽ ക്യാരക്ടർ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് കുറച്ചുകൂടി പക്വതയുള്ള ഒരു പേഴ്സണെ പോലെ പെരുമാറാൻ ശ്രമിക്കും. അഭിനയമാണത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനെ അഭിനയിക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ഇത്, എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിചാരിക്കുക. ഇത് പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, പൊതുവെ എല്ലാ ആളുകളും അങ്ങനെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അത് അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റം വരെ നമ്മൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ നീ എങ്ങനെയാണോ അങ്ങനെ നിന്നാലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പെരുമാറുകയാണെങ്കിൽ അത് മതി അവർക്ക്. അപ്പൊ അവർക്ക് അവരായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള ജഡ്ജ്മെന്റോ നിങ്ങളുടെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ
അത് വളരെ നല്ല കാര്യമാണ്. അവർ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. അല്ലാതെ അവരിപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചൈൽഡിഷ് ആയിട്ട് അവരുടെ റിയൽ ക്യാരക്ടർ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു വയ്ക്കുക. അപ്പൊ നിങ്ങൾ പറയുകയാണ്, നീ എന്താ ഇങ്ങനെ പെരുമാറുക, നിനക്കൊന്നിലും 10-20 വയസ്സായില്ലേ, ഇങ്ങനെയാണ് പെരുമാറുക എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ റിയൽ ക്യാരക്ടർ കാണിക്കാൻ പോലും പറ്റില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പോലും ആള് കംഫർട്ടബിൾ ആയിരിക്കില്ല. ആള് വിചാരിക്കും, ഈശ്വര ഇനി ജീവിതം മുഴുവൻ ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമോ എന്നാണ് അവർ വിചാരിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ, നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് നിൽക്കാൻ വരണം. ജഡ്ജ്മെന്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. അങ്ങനെ ഒരു വിലയിരുത്തലോട് കൂടി നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധയോടെയുള്ള സംസാരമാണ്. അതായത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അവരോട് സംസാരിക്കാനായിട്ട്. നമ്മളിപ്പോൾ സംസാരിക്കാന്ന് പറയുമ്പോൾ ജസ്റ്റ് നോർമലി നമ്മൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണ്ടാവും. ഓക്കെ ശരിയാണ്. പക്ഷെ ഇടയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അവരെ കളിയാക്കി എന്ന് വിചാരിക്കുക, അതവർക്ക് തീരെ അങ്ങോട്ട് പറ്റിയെന്ന് വരില്ല കേട്ടോ. അതിപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ കളിയാക്കാന്ന് പറയുന്നത് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. പെൺകുട്ടികൾക്ക് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്ക് നിങ്ങൾ മാത്രമായിട്ടുള്ള സമയത്ത് കളിയാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു കൂടെ 1-2 ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കളിയാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചുമ്മാ ഇങ്ങനെ തമാശക്ക് പറയണതായിരിക്കും. അവരത് സീരിയസ് ആയി എടുക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും പറയണാവില്ല. ആളും എൻജോയ് ചെയ്യുമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും പറയണ്ടാവുക. പക്ഷേ ആൾക്ക് അത് ചെറിയ രീതിയിൽ ഹേർട്ട് ചെയ്യും എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ കളിയാക്കിയല്ലോ ഈ ഒരു ചിന്തയും വരുന്നുണ്ടാവുക. പിന്നെ അവർക്ക് എന്താണ്ടാവുക, അവർക്ക് പിന്നെ നിങ്ങളുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യില്ല. അതായത് നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് തോന്നാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രം നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കുക. ഏതൊരു കാര്യവും പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പറയാന്ന് പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ജസ്റ്റ് അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഇവരെപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവരെപ്പോഴും നമ്മൾ പുകഴ്ത്തി പറയാറുണ്ട്, ഓക്കെയാണ്. പക്ഷെ അഥവാ എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ അവളന്ന് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ചെയ്താൽ മതി എന്നും നിങ്ങൾ പറഞ്ഞു എന്ന് വെക്ക്, അതോടെ തീർന്നു. നിങ്ങൾ ഈ ഒരു മീൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ മതി. അവർക്കത് പറ്റില്ല. അത് ഇവര് ചിലപ്പോൾ പുറത്ത് കാണിക്കണം എന്നുണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ എനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരവസരം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി മാത്രം പെരുമാറുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, അഥവാ റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ ഈശ്വരപ്പെട്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ ശീലമായിക്കോളും. വലിയ ടാസ്കുള്ള പരിപാടിയൊന്നുമല്ല. ഞാൻ ഇതൊക്കെ എല്ലാവരിലും ഒരേപോലെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ പോലെ തന്നെയാണ്, പുരുഷന്മാരെ പോലെ തന്നെയാണ് ഏകദേശം സ്ത്രീകളുടെ സ്വഭാവം. ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബഹുമാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ അവരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്നു വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിന്നോടല്ല ഞാനത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്താ ഇത് ചെയ്യാണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ പെരുമാറി എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ നിനക്ക് അറിയണതല്ലേ ഇപ്പൊ എനിക്കിത് വേണ്ട കാര്യമാണെന്നുള്ളത്, പിന്നെ എന്താ നീ ഇത് ചെയ്തു വെച്ചില്ല എന്നൊക്കെ ചോദിക്കാന്ന് വെച്ചോ. അപ്പൊ അവരുടെ മനസ്സിലിരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനെന്താ നിങ്ങളുടെ വേലക്കാരിയാണോ എന്നുള്ളത്. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. ബഹുമാനത്തോടു കൂടി മാത്രം സംസാരിക്കാം. നമുക്കിപ്പോൾ ഒരു കാര്യം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അവർക്കത് എന്തോ സാഹചര്യം വെച്ചാൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ വളരെ സൗമ്യമായിട്ട് ചോദിക്കുക, എന്താ പറ്റി, എന്താ ചെയ്യാതിരുന്ന്, എനിക്ക് അത്യാവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളത് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബഹുമാനം ഇല്ലായ്മയില്ല. നേരെ മറിച്ച് നമ്മൾ ദേഷ്യപ്പെട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അതോടെ തീർന്നു. അവർ ചിലപ്പോൾ നിങ്ങളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു എന്ന് വരാം, ഇനി ഒന്നും നിങ്ങൾക്ക് ചെയ്തു തരില്ല എന്ന് പറഞ്ഞു എന്ന് വരാം. അപ്പോൾ അത് ബഹുമാനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ പബ്ലിക്കായിട്ട് അവരോട് മോശമായിട്ട് പെരുമാറുന്ന വെച്ചു പിന്നെ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അത് ഇന്നത്തെ ജനറേഷനിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓക്കെയാണ്. പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ, പണ്ട് മീൻസ് കുറച്ച് മുമ്പൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സഹിക്കും. അതായത് കുഴപ്പമില്ല എന്ന രീതിയിൽ സഹിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് റെസ്പെക്ട് ഇല്ലാതെ പെരുമാറാനേ നിങ്ങൾ ശ്രമിക്കരുത്. ബിക്കോസ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ സ്നേഹിക്കുള്ളൂ. ഭ്രാന്തമായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സത്യസന്ധതയും വിശ്വാസവുമാണ്. അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു നല്ലൊരാളായിട്ട് ആക്ട് ചെയ്യാണ്, നിങ്ങളുടെ റിയൽ ക്യാരക്ടർ കുറച്ച് മോശമാണെന്ന് വിചാരിച്ചു. അത് ഏതെങ്കിലും സാഹചര്യവശാൽ അറിയേണ്ടി വന്നു എന്ന് വിചാരിക്കാം. അവർക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ പെൺകുട്ടികളുടെ കാര്യമല്ല, എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ പെൺകുട്ടികൾക്ക് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. അതായത് ഇപ്പം നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ തെറ്റാണെന്ന് വിചാരിക്കുക. ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത്
നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അവരിങ്ങനെ ചകഞ്ഞ് ചോദിക്കും, എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനല്ല അവളെ എന്നെ തേച്ചത് എന്നുള്ളത്. സത്യമായി പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ പരിപാടി ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ പെൺകുട്ടി വിചാരിക്കും, ആള് ഭയങ്കര പാവാണ്, ജെന്യൂനാണ്, അവളാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് തേച്ചിട്ട് പോയത്, അപ്പൊ ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സിമ്പതി തോന്നും, ഇഷ്ടം കൂടും, ഇതൊക്കെ ഉണ്ടാവാം. അപ്പൊ ആള് ഭയങ്കരമായിട്ട് നിങ്ങളെ വിശ്വസിക്കും, നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കും. പക്ഷേ പിന്നീട് ഒരു ദിവസം വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് സത്യാവസ്ഥ അറിയാണെന്ന് വിചാരിക്കാം, അത് ആൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ആ ഒരു നിമിഷത്തിൽ നിങ്ങളോടുള്ള അവരുടെ സ്നേഹം വിശ്വാസവും ഒക്കെ പോകുന്നുള്ളതാണ്. സോ ഇവര് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളിലൊന്ന് വിശ്വാസം ഉണ്ടാവണം ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. അത് നമ്മുടെ ചെറിയ ചെറിയ പ്രവൃത്തികൾ കൊണ്ട് പോലും ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സത്യസന്ധത, ജനുവായിട്ടിരിക്കുക എന്നുള്ളത്, ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സാധാരണ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അവരെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണം. ഈ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ പേര് മോശമായിട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ആകർഷണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോശമായ രീതിയിലൊന്നും അല്ല. അവരെ നിങ്ങളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ്. അതായത് അവർ നിങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും എന്നൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു അട്രാക്ഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അതിന് മോശമായിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുക. നോർമലി ഇന്ന് എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും കുറച്ച് പേര് ഇത്തരത്തിൽ അത് നെഗറ്റീവ് ആണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവരെ നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഒന്ന് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങളെ അവർ കുറച്ചുകൂടി സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, അവരെ അഡിക്റ്റ് ആക്കുക എന്നുള്ളതല്ല. ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതിനുള്ള കുറേ പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. എങ്കിലും അവരെ നിങ്ങളിലേക്ക് അഡിക്റ്റ് ചെയ്ത് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊന്നല്ല. പക്ഷേ നിലവിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തേക്കാൾ കുറേ കൂടി നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ എപ്പോഴും കൂടെ വേണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.